റെയ്ഡിനിടയിൽ ബസ് സ്റ്റോപ്പിനടുത്ത് വെച്ചൊരു സ്ട്രഗിൾ വന്നു. അവിടെ വെച്ച് അബദ്ധത്തിലായി ഈ കുട്ടിയെ പിടിച്ചത്. കേസൊന്നും ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കാര്യം മനസ്സിലായപ്പോൾ ഉടൻ പറഞ്ഞുവിടാൻ പറയുകയും ചെയ്തു. കുറച്ചു നേരം ഒന്ന് ടെൻഷൻ അടിച്ചു അല്ലേ ദാസേ? ഇവരെ നമ്മുടെ വണ്ടിയിൽ വീട്ടിൽ കൊണ്ടുവിടും. വേണ്ട സാർ, ഓട്ടോയിലാണ് വന്നത്. ഓട്ടോയിൽ പോയിക്കാം സാർ. കണ്ണിക്കൊള്ളേണ്ടത് പുരുകത്തുകൊണ്ടെന്ന് കരുതിയാൽ മതി. എന്തായാലും കൊച്ചിന് ദൈവാധീനമുണ്ട്. അതല്ലേ പോലീസുകാർക്ക് സത്യം ബോധ്യമായത്. അല്ലെങ്കിൽ സത്യം തെളിയിക്കാൻ നമ്മൾ വീണ്ടും നടക്കേണ്ടി വരും. എനിക്ക് അവളെ പണ്ടേ സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഇദ്യാനോട് പറഞ്ഞിട്ടുള്ളതല്ലേ, ചോദിച്ചു നോക്ക്. എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഞാൻ പിന്നെ പുള്ളി ഒരു അയ്യോബാബയാന്ന് എന്തോന്ന് അയ്യോബാബം? ഓണോ മാനം വിട്ട വർഗ്ഗങ്ങൾ. നാളെ നേരം വെളുക്കുമ്പോ പറഞ്ഞു വിട്ടോന്ന് കുട്ടികളെ. എന്നെ പുതിയ വീഡിയോ പോലീസുകാർക്ക് ഒരു അബദ്ധം പറ്റിയാന്ന് പോലീസുകാരും തന്നെ പറയണ്ടേ. ഞങ്ങൾ ടി വി കണ്ടായിരുന്നു. ഒന്നുമില്ല. നാളെ നേരം എടുക്കുമ്പോൾ എല്ലാവരും സത്യം മനസ്സിലാവും. കരയല്ല നമ്മളെ, കരയല്ലേ? Yeah, I'm just getting. Thank you, sir. എന്തായി മിനിസ്റ്റർ ബൈറ്റ് കിട്ടി? സർ, അവരോട് വെയിറ്റിംഗ് ആണ് ഇപ്പോഴും. ആ ജിജീനെ ഒന്ന് വിടണേ. വിളിക്കാം സാർ. ആ റോയ് സാറേ, നമ്മുടെ ബോയ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, മിനിസ്റ്റർ വരാൻ പറഞ്ഞ പ്രകാരമാണ് നമ്മൾ അവിടെ എത്തിയത്. രാത്രി നടക്കില്ല, CM കാണാൻ പോലെ. പിന്നെ അവിടെ പോയി എടുക്കലൊക്കെ ചടങ്ങാണ്. ഒന്ന് ഓർമ്മിച്ചാൽ മതി. താങ്ക് യു. ഇതെന്താ നാസയുടെ സാറ്റലൈറ്റ് പടാ? ഇതാ പെൺകുട്ടികളെ റെയ്ഡ് ചെയ്ത കേസല്ലേ? അതെ സർ. എല്ലാവർക്കും ഒരേ വിഷ്വൽസും ഒരേ സ്ക്രോളിംഗ്, ഒരു സൈഡ് സ്റ്റോറീസും കിട്ടിയിട്ടില്ല ഇതുവരെ. സർ, രാഹുലിനെ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു. PA കുറച്ച് കുഴപ്പക്കാരനാ, അത് അടുപ്പിക്കുന്നില്ല. ലാല He's in cabin. ബ്രദാ. ആ റൈഡിന്റെ വിഷ്വൽസ് ആ ലാപ്പം തന്നെ.
ഇത് അന്ന. അന്ന Yeah. ഓൺലി അന്ന ആ അന്ന. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ്? വേറെ ഇല്ല, കൂടുതൽ ഡീറ്റെയിൽസ് ഹലോ കിട്ടിയിട്ടില്ല. ആ സാർ ഞാൻ കുറെ വിളിച്ചായിരുന്നു. ഇവിടെ നല്ല തിരക്കിലാ. ഇറ്റ്സ് ഓക്കെ സാർ. സാർ ഞാൻ എന്താ വിളിച്ചെന്നറിയോ? നമ്മുടെ റെയ്ഡിൽ പിടിച്ച പെൺകുട്ടികളില്ലേ, അവരുടെ പേര്, ഡീറ്റെയിൽസ്, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കളക്ട് ചെയ്യാനുള്ള മാർഗമുണ്ടോ? ചാനൽ ടെലികാസ്റ്റ് ചെയ്യുമ്പോഴാണോ? നോ സാർ, ടെലികാസ്റ്റ് ചെയ്യാനല്ല. ഇവിടെ ആകെ പുകഞ്ഞ് പണ്ടരടങ്ങിയിരിക്കുക. സി എ ആണെങ്കിൽ ആ കലിപ്പില്ല. 2 ദിവസം ഒരു പരിപാടി നടക്കില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ സാർ. വാ ദാസേട്ടൻ അവിടെ ഉണ്ടോ സാർ? ആ ഹലോ ദാസേട്ടാ 2010 ജനുവരി 15 വരെയുള്ള വാർത്ത. ആ കണ്ണൊന്നും പിടിക്കുന്നില്ല. അന്വേഷിക്കുന്ന പരിധിയിൽ ഉണ്ടാവും. ജനുവരി കാലിക്കറ്റ് സംസ്ഥാന സ്കൂൾ കലോത്സവം വ്യക്തിഗത ചാമ്പ്യൻ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, മോണാക്, കഥാപ്രസംഗം, എല്ലാത്തിലും എ ഗ്രേഡ്. ദാസേടാ ഇതിനുമായിട്ടൊന്ന് ചുറ്റിക്കൊന്ന് മെയിൽ ചെയ്തു. 2010 ഈ കലാതിലകവും കലാപ്രതിഭയൊക്കെ എടുത്തുകളാണ്. പിന്നെ വ്യക്തിഗത ചാമ്പ്യന്മാര് മാത്രമായി. അത് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ളവർ മാത്രം. ഞാൻ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഈ സംസ്ഥാന കലോത്സവം. അതാണ് ഇത്ര ഓർമ്മ. കോളേജ് 2010 കാലിക്കറ്റ് സംസ്ഥാന ഉത്സവം സ്കൂൾ കലോത്സവത്തിന്റെ അതിലെ അന്ന എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇതൊന്നും ഓർമ്മില്ല. ആ ഡയറക്ടർ രാമോഹൻ റോഡ്. യാ അത് ഏത് പടത്തിന് വേണ്ടിയിട്ടായിരുന്നു? ഓക്കെ, താങ്ക് യു. അന്ന കലോത്സവവേദിയിൽ നിന്ന് ചലച്ചിത്ര താരം അന്നം പോലീസ് റെയ്ഡിൽ അറസ്റ്റ്. സംവിധായകൻ രാമോഹന്റെ ചിത്രത്തിലൂടെയാണ് അന്ന ചലച്ചിത്ര ലോകത്തെത്തിയത്. ഇപ്പോ ഇതിലൊരു സൈഡ് സ്റ്റോറിയാണ്. യു ക്യാൻ ഗോ ലൈവ്. ഓക്കെ സാർ, താങ്ക് യു. അല്ല സാർ, ഇത് ഒന്നും കൂടി കൺഫേം ചെയ്യണ്ടേ? എന്ത് കൺഫേം ചെയ്യാം? അല്ല, ആ കുട്ടി തന്നെയാണ് ഈ കുട്ടിയെന്ന്. സ്റ്റേഷനിൽ വെച്ച് താനെന്താ കേട്ട കുട്ടിയുടെ പേര്? അന്ന. അന്ന അന്ന ചെറിയത്. ആ അന്ന തന്നെയോടോ എനിക്ക് ഉറപ്പാ.